ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ സ്വന്തം വണ്ടിയാണ്. ഒരു വർഷം കഴിഞ്ഞു വണ്ടി എടുത്തിട്ട്. മാരുതി സുസുക്കിയുടെ വാഗണറാണ്, VXi വേരിയൻ്റ് ആണ്. അപ്പോൾ വാഹനം ഒരു വർഷം ഓടിച്ചു. അപ്പോൾ ഈ ഒരു വർഷത്തെ ഫീഡ്ബാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വണ്ടി വാങ്ങിയാൽ ആ വണ്ടിക്ക് വരാൻ സാധ്യതയുള്ള പണികൾ, അല്ലെങ്കിൽ ഈ വണ്ടി ആർക്കൊക്കെയാണ് കറക്റ്റ് സ്യൂട്ടബിൾ ആവുക, ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഈ വാഹനത്തിൻ്റെ മൈലേജ് എന്തൊക്കെയാണ്, അതിൻ്റെ മെയിൻ്റനൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ മാരുതിയുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വരാൻ സാധ്യതയുള്ള ഒരു കമൻറ്റാണ് പപ്പടം എന്ന് പറയുന്ന രീതിയിലുള്ള കമൻറ്റുകൾ. അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ ദയവ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു കാറിൻ്റെ പേരും ഒരു 50,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ ആകുന്ന സമയത്ത്, മേജർ സർവീസൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ സ്പെൻഡ് ചെയ്ത ആ ഒരു സർവീസ് കോസ്റ്റ് കൂടി നിങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്യണം കമൻറ്റിൽ. അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ, അപ്പോൾ അത് നമ്മളെ ഫാമിലിയിലെ എല്ലാവർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു വാഹനം എടുക്കാനുള്ള സാഹചര്യം ആദ്യം പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഒരു ഘടകമാണ് അല്ലേ, നമ്മൾ എല്ലാവരും വാഹനം എടുക്കുന്ന സമയത്ത് ബഡ്ജറ്റ് ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ്. അപ്പോൾ ബഡ്ജറ്റ് ഒരു 7 lakh to 8 lakhൻ്റെ ആ ഒരു റേഞ്ചിലായിരുന്നു നമ്മുടെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നത്. നമുക്ക് വണ്ടി റിലയബിൾ ആയിരിക്കണം, സ്പേസ് മാക്സിമം ഉണ്ടായിരിക്കണം, അത്യാവശ്യം ഹൈറ്റ് വണ്ടിക്ക് വേണം, മാക്സിമം ബൂട്ട് സ്പേസ് ആയാലും ലഗേജും കാര്യങ്ങളും ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് വാഹനത്തിൽ ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് മൈലേജും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടണം. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ നമുക്ക് വാഗണർ 2 എൻജിൻ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് 1 ലിറ്റർ എൻജിൻ 3 സിലിണ്ടർ ഉള്ളത്, അതുപോലെ തന്നെ 1.2 ലിറ്ററുള്ള 4 സിലിണ്ടർ എൻജിൻ. അപ്പം ഞാനെടുത്ത വാഹനം 1 ലിറ്ററുള്ള 3 സിലിണ്ടർ എൻജിനാണ്. ശരിക്കും കൃത്യമായിട്ട് പറഞ്ഞാൽ ഫാമിലി പർപ്പസ് വെഹിക്കിൾ ആ ഒരു ഇതിലേക്ക് വേണ്ടി എടുത്തതാണ്. അപ്പോൾ നമുക്കൊരു പവർ ആ രീതിയിൽ ഇല്ലെങ്കിലും അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ആയതുകൊണ്ട് അങ്ങനെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് എത്തിപ്പെട്ടത്. നമുക്ക് ആ ഒരു എൻജിൻ, 2 എൻജിനും തമ്മിലുള്ള വേരിയേഷൻ നമുക്ക് വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്പേസ് ആയിരുന്നു മാക്സിമം ഈ ഒരു വാഹനത്തിൽ. അത് നമ്മൾക്ക് ഡിക്കിയിലായാലും ശരി, അല്ലെങ്കിൽ നമ്മൾ റിയർ സീറ്റിൽ ഇരുന്നിട്ട് നമ്മുടെ ലെഗ് സ്പേസിൻ്റെ ആ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ്, ഇപ്പോൾ സീറ്റ് റിയറിലേക്ക്, ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് കോ പാസഞ്ചർ സീറ്റ് പുറകിലേക്ക് മാക്സിമം വലിച്ചിട്ടാലും നമുക്ക് അവിടെ അത്യാവശ്യം സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ വാഹനത്തിലേക്ക് കയറാനും ഇറങ്ങാനും അത്യാവശ്യം തടിയുള്ള ആളുകൾ അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ സുഖമായിട്ട് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനും പുറത്തേക്ക് ഇറങ്ങാനും നമുക്ക് വളരെ നിഷ്പ്രയാസം സാധിക്കും. കാരണം ഡോറൊക്കെ നമുക്ക് ഏകദേശം ഒരു 90 ഡിഗ്രിയിൽ ഓപ്പൺ ചെയ്യാം. പിന്നെ VXi വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ 4 ഡോർ പവർ വിൻഡോ ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്. സ്റ്റിയറിങ്ങിൽ നമുക്ക് എക്സ്ട്രാ മൗണ്ടർ കൺട്രോളും സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നോർമൽ ഒരു 2 DIN സ്പീക്കർ സിസ്റ്റം അവൈലബിൾ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഔട്ട്പുട്ട് കിട്ടുന്ന സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ നമ്മൾ റിയറിൽ 2 സ്പീക്കറും കൂടി ഡോറിൽ ഫിറ്റ് ചെയ്തു. പിന്നെ വാഹനത്തിൽ 2 എയർ ബാഗാണ് വരുന്നത്. നമുക്ക് ഹാലജൻ്റെ ഒരു ലാമ്പാണ് മുകളിൽ റീഡിംഗ് ലാമ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. സ്പേസ് ഫ്രണ്ടിലായാലും മാക്സിമം സ്റ്റോറേജ് സ്പേസ് വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗിയർ ലിവറിൻ്റെ ആ ഭാഗത്തായാലും അതുപോലത്തെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്, USB. പിന്നെ പവർ വിൻഡോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാഹനത്തിൽ ഇൻബിൽട്ടാണ്. അതിൽ നമുക്ക് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷനും ഒക്കെ നമുക്ക് അവൈലബിൾ ഉണ്ട്. വാഹനത്തിൻ്റെ ഡിക്കിയിൽ ആണ് സാധാരണ നമ്മളെ ജാക്ക് ലിവറൊക്കെ വരാറ്. അത് ഫ്രണ്ട് ഡ്രൈവർ സീറ്റിൻ്റെ താഴെയാണ് ആ ഒരു അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡിക്കി സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബൂട്ട് സ്പേസ് വാഹനത്തിലുണ്ട്. എല്ലാ ഡോറിലും നമുക്കൊരു ബോട്ടിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്, മാക്സിമം സ്പേസ് ഉണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ വരുന്ന സെറ്റപ്പാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള. സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തതാണ്. അതേപോലെ തന്നെ ഫ്ലോർ മാറ്റും എക്സ്ട്രാ ഷോറൂമിൽ നിന്ന് തന്നെ വണ്ടി ഡെലിവറി എടുക്കുന്ന സമയത്ത് തന്നെ ചെയ്തതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിൽ നമുക്ക് പ്രൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. മോട്ടോഴ്സ് എന്നാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ റിയർ സീറ്റ് നമുക്ക് 40-60 ഫോൾഡ് ചെയ്യാൻ കഴിയും. അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ലഗേജ്, ഇപ്പോൾ റിയറിൽ ഒരാളാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ 2 പേരാണ്, നമുക്ക് ലഗേജ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡിക്കിയിൽ നിന്ന് എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള മാരുതിയുടെ വെഹിക്കിൾസാണ്. നമുക്കറിയാം പ്രാക്ടിക്കാലിറ്റിയാണ് വാഹനത്തിൻ്റെ പ്രധാന കാര്യങ്ങൾ. അപ്പോൾ ആ രീതിയിൽ വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്.
മിറേഴ്സൊക്കെ മിറർ നമുക്ക് ഫോൾഡ് ചെയ്യാൻ കഴിയും, പക്ഷേ മിററിൻ്റെ ഗ്ലാസ് ഫോൾഡ് ചെയ്യാൻ കഴിയും, പക്ഷേ മിറർ ടോട്ടലി നമുക്ക് ഫോൾഡ് ചെയ്യാൻ കഴിയില്ല. അത് VXi വേരിയൻറ്റിലില്ല. അത് ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ ആയാലും ശരി, നമ്മുടെ ഗ്ലോ ബോക്സിൻ്റെ അത്യാവശ്യം സ്പേസ് ഒക്കെ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. 2DIN ഒരു മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. നേരത്തെ പറഞ്ഞു, അത്യാവശ്യം മൈക്കും കാര്യങ്ങളും അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള സെറ്റപ്പാണ്. പക്ഷേ അത്യാവശ്യം നല്ല ഔട്ടുണ്ട് കേട്ടോ. സൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോ ബോക്സ് ലൈമിൻ്റെ ഫ്ലേവറിലൊരു പെർഫ്യൂം വെച്ചിട്ടുണ്ട്, ലൈറ്റായിട്ടൊരു സ്മെല്ല്. കാരണം അവിടെ വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ AC ഫിൽറ്റർ ആ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ എയർ സക്ക് ചെയ്യുന്നത് ആ ഒരു സ്പേസിലാണ്. അതുകൊണ്ടാണ് എപ്പോഴും വണ്ടി ഞാൻ ക്ലീൻ ആക്കിയിട്ടിരിക്കുന്നത്. കാരണം അവിടെ നിന്നാണ് എയർ സക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സ്മെല്ല് വണ്ടിയിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റിൽ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. ഓവറോൾ വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇത് സെലക്ട് ചെയ്ത് കൊണ്ട് വേറെ നെഗറ്റീവ് ആയിട്ടുള്ളൊന്നും പറയാനില്ല. നമ്മൾ വണ്ടി ക്ലീൻ ചെയ്യുന്ന സമയത്ത്, വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ അണ്ടർ ബോഡി കോട്ടിങ് അടിച്ചിട്ടുണ്ട്. ഇത് റണ്ണിങ് ബോർഡാണ്, വാഹനത്തിൻ്റെ ഡോറിൻ്റെ അടിയിൽ വരുന്ന ഭാഗം. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കൂടി വാഷ് ചെയ്യണം. കാരണം ഇവിടെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ചെളിയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് പിടിക്കാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്തെടുക്കണം. ആ ഭാഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റെസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓവറോൾ ഫ്രണ്ട് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ AM മോട്ടോഴ്സ് വണ്ടി എടുത്ത സമയത്ത് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു വിഷയമാണ്. ഞാൻ എടുത്ത് വിളിച്ച് പറഞ്ഞ കേസാണ്, നമ്പർ പ്ലേറ്റ് അടിക്കുമ്പോൾ ചെരിയരുത്. അത് കറക്റ്റ് ചെരിച്ചടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ചെയ്യുന്ന പണികൾ കൃത്യമായിട്ട് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ബെൻഡാണ്, പക്ഷെ അത് ഉണ്ടാകരുത് എന്ന് ആവർത്തിച്ച് പറഞ്ഞാണ് അതേപോലെ ചെരിച്ചടിച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ബമ്പറിൻ്റെ താഴെയായിട്ട് എൻജിൻ പ്രൊട്ടക്ഷൻ കവർ കൊടുത്തിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ. അപ്പോൾ അത് ക്ലിപ്പിലാണ് ലോഡ് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ എവിടെയെങ്കിലും വണ്ടി ഒരേകെ തട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലിപ്പ് പൊട്ടിപ്പോകാനുള്ള സാധ്യത. അപ്പോൾ അതിന് ഇടയ്ക്ക് വണ്ടി എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ, അടിഭാഗത്ത് ഉരതിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ക്ലിപ്പ് കറക്റ്റ് പോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ അത് പ്ലാസ്റ്റിക് കിടന്ന് അടിക്കും. നമ്മൾ എൻജിൻ റൂം ഞാൻ നേരത്തെ പറഞ്ഞു 3 സിലിണ്ടർ എൻജിനാണ്. അപ്പോൾ ആ 3 സിലിണ്ടർ എൻജിനിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രൈസിൽ നല്ല വ്യത്യാസമുണ്ട്, പിന്നെ മൈലേജിനും കുറച്ച് കൂടുതലാണ്. പിന്നെ 3 സിലിണ്ടർ എൻജിൻ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് ഉണ്ടാവും. ഇത് നമ്മൾ എയർ ഫിൽറ്ററിലേക്ക് എയർ സക്ക് ചെയ്യുന്ന ഭാഗമാണ്. നമ്മൾ ഇതിൽ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, പുതിയ വണ്ടിയിലൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട, എന്നാലും ഒരു ശ്രദ്ധ കൊടുക്കേണ്ട അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗം ഈ ബാറ്ററിയുടെ ടെർമിനൽസൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്യണം. അവിടെ മോയ്സ്ചറോ അല്ലെങ്കിൽ റെസ്റ്റോ കാര്യങ്ങൾ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ള പൊടി പോലെ വരും. നമ്മൾ ബാറ്ററി വാട്ടർ ഒഴിക്കുന്ന സമയത്ത് അത് ഈ നെറ്റിലും ബോട്ടിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ അവിടെ ഇതേപോലെ ഒരു റസ്റ്റ് പോലെ വരും. ഈ ഫ്യൂസ് ബോക്സ് ആണ്. വണ്ടിയുടെ ഉൾഭാഗം എപ്പോഴും ക്ലീൻ ആയിരിക്കണം. കാരണം നമ്മൾ പുറത്ത് വെള്ളം ഒഴിച്ച് കഴുകുന്നു, എൻജിൻ റൂം വെള്ളം ഒഴിച്ച് കഴുകണം എന്നല്ല പറയുന്നത്, കാരണം സെൻസറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഡസ്റ്റൊക്കെ ആണെങ്കിൽ തുടച്ച് ക്ലീൻ ചെയ്തിരിക്കണം. ഇത് കൂളൻറ്റിൻ്റെ അപ്പർ ടാങ്കാണ്. ഈ ടാങ്കിൽ മാക്സിമം മാർക്ക് ചെയ്തിട്ടുണ്ട്. മാക്സിമത്തിലായിരിക്കണം എപ്പോഴും കൂളൻറ്റിൻ്റെ ലെവല്. അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ഡിപ്സ്റ്റിക്കാണ്. നമ്മൾ ഡിപ്സ്റ്റിക്ക് നോക്കിയിട്ട് എൻജിൻ ഓയിലിൻ്റെ ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ബ്രേക്ക് ഫ്ലൂയിഡാണ്. അതേപോലെ തന്നെ ഫ്ലൂയിഡിൽ നമുക്ക് മാക്സിമം മിനിമം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മാക്സിമം ലെവലിലായിരിക്കണം എപ്പോഴും. മാക്സിമത്തിൻ്റെ മുകളിലേക്ക് ഒരു തരത്തിലും നമ്മൾ ഫ്ലൂയിഡോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ പാടില്ല. ഇത് വൈപ്പർ വാഷറിൻ്റെ ടാങ്കാണ്. ഫ്രണ്ടിൽ കാറ്റലിറ്റിക് കൺവെർട്ടർ, അതുപോലെ തന്നെ റേഡിയേറ്റർ സെറ്റപ്പുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ നമുക്ക് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പുതിയ വണ്ടികളാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ പഴയ വണ്ടികളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാരണം ലോങ് പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് വേസ്റ്റുകൾ, വണ്ടി എവിടെയെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലേക്ക് നിർത്തിയിരുന്ന സമയത്ത് അവിടെ ഡസ്റ്റ് വന്ന് അടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ അത് നേരെ ഉള്ളിലേക്ക് ഗ്ലാസിൻ്റെ താഴെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തുരുമ്പ് പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. നമ്മൾ ടയറിൻ്റെ പ്രൊട്ടക്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ടയറുമായി ബന്ധപ്പെട്ട് അലൈൻമെൻറ്റ് ചെയ്യണം. അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പല ഷോപ്പുകളും നമ്മുടെ നാട്ടിലുണ്ട് അലൈൻമെൻറ്റ് ചെയ്യേണ്ട അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വണ്ടി ആദ്യം ഒന്ന് ഓടിച്ച് നോക്കണം. നമ്മളല്ല, ആ ഷോപ്പിൽ ടെക്നീഷ്യൻ ഓടിച്ചു നോക്കി ആ വണ്ടിയിൽ എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുള്ള ഇഷ്യൂ, എന്തെങ്കിലും സ്റ്റിയറിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വൈബ്രേഷൻസോ കാര്യങ്ങളൊക്കെ ആ ടെക്നീഷ്യൻ ഒന്ന് ഓടിച്ച ശേഷം അത് അലൈൻമെൻറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വീണ്ടും ഓടിക്കണം. ചില ഷോപ്പിൽ നമ്മൾ വണ്ടി കൊടുക്കുന്നു, അത് നേരെ അലൈൻമെൻറ്റ് മെഷീനിലേക്ക് ലോഡ് ചെയ്തിട്ട് അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ടോയോട്ടും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വണ്ടി തരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. വണ്ടി ആദ്യം ടെക്നീഷ്യനെ ഓടിച്ചിട്ട് എന്നിട്ട് വേണം അലൈൻമെൻറ്റ്
വർക്ക് ചെയ്യാൻ, അതിനുശേഷം വീണ്ടും ടെക്നീഷ്യനെ ഓടിച്ചിട്ട് ആ കാര്യങ്ങൾ കറക്റ്റ് അല്ല എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഞാൻ വണ്ടി സർവീസ് സെൻറ്ററിലല്ല അലൈൻമെൻറ്റ് ചെയ്യാറുള്ളത്. കാരണം നമുക്കറിയാം മാരുതിയുടെ സർവീസ് സെൻറ്റർ ആകുമ്പോൾ ഓൾമോസ്റ്റ് വണ്ടികൾ കൂടുതലുള്ള സർവീസ് സെൻറ്ററുകളാണ്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചുകൂടി നല്ലത് എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ പുറത്ത് കൊടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ. മൈലേജ് നമുക്കൊരു 20+ ലോങ് പോകുന്ന സമയത്ത് കിട്ടും. ഒരു 18 പുറത്താണ് വണ്ടി ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. 18 താഴെ വണ്ടി പോയിട്ടില്ല. ഞാൻ ആ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതുവരെ 18 താഴേക്ക് മൈലേജ് പോയിട്ടില്ല. ലോക്കൽ ഓട്ടായാലും ശരി, ഞാൻ ആ രീതിയിൽ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ആ ഒരു മൈലേജ് എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. ലോങ് പോകുമ്പോൾ 24 വരെ നമുക്ക് ഈ വാഹനത്തിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 2 എഞ്ചിൻ വേരിയൻറ്റിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ. 4 സിലിണ്ടർ എഞ്ചിനും 3 സിലിണ്ടർ എഞ്ചിനും, 1.2 ലിറ്റർ എഞ്ചിനും 1 ലിറ്റർ എഞ്ചിനും. അപ്പോൾ നിലവിൽ നിങ്ങൾ 4 സിലിണ്ടർ എഞ്ചിനാണ് ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 4 സിലിണ്ടറുള്ള 1.2 ലിറ്ററുള്ള വാഗണറെ വാങ്ങാവൂ. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ 3 സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ ഒരു പവർ ഡ്രോപ്പ് ഫീൽ ചെയ്യും. അത് പവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അല്ലാതെ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഓടിച്ചത് 4 സിലിണ്ടർ ആയിരുന്നു. പക്ഷേ എൻ്റെ പർപ്പസ് ഈ ഒരു രീതിയിലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 3 സിലിണ്ടറിലേക്ക് പോയി. കാരണം പ്രൈസ് ഒരു ഫാക്ടറാണ്. പ്രൈസിലും കാര്യമായ വേരിയേഷൻ വരുന്നുണ്ട്. പിന്നെ മൈലേജ് ഒരു കുറച്ച് കൂടുതൽ 3 സിലിണ്ടറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ആളുകളുടെ പർപ്പസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാഹനത്തിൻ്റെയും ലൈഫ് അല്ലെങ്കിൽ മൈലേജ് എന്ന് പറയുന്നത് നമ്മൾ ആ വാഹനത്തിൽ ചെയ്യുന്ന പ്രോപ്പർ സർവീസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ എഞ്ചിൻ ഓയിൽ കൃത്യമായിട്ട് മാറുക, 5000 കിലോമീറ്റർ ആകുന്ന സമയത്ത് നമ്മൾ ടയറുമായി ബന്ധപ്പെട്ട് അലൈൻമെൻറ്റ് ചെയ്യുക, റൊട്ടേഷൻ ചെയ്യുക, ബാലൻസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു വാഹനത്തിൽ നിന്നും ലൈഫും കൂടുതൽ കിട്ടും, അതുപോലെ തന്നെ പെർഫോമൻസും മൈലേജും കിട്ടും എന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഒരു എഞ്ചിൻ്റെ ലൈഫ് വർദ്ധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നല്ല മികച്ച മൈലേജ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു പർപ്പസ് കൊണ്ട് ആണ് ഞാൻ ഈ 3 സിലിണ്ടർ സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ച് കൊണ്ട് വണ്ടി പർച്ചേസ് ചെയ്യുക വാങ്ങുന്ന സമയത്ത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ കറക്റ്റ് ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല വാഹനമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു 18 കിലോമീറ്റർ മൈലേജിന് താഴെ ഒരു വാഹനത്തിൽ കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ആ രീതിയിൽ ഓടിക്കുന്നത് കൊണ്ടാണ്. കൃത്യമായി കാര്യങ്ങൾ നോക്കും. എയർ ഫിൽറ്റർ കൃത്യമായ ഇടവേളകളിൽ ഞാൻ തന്നെ ക്ലീൻ ചെയ്യും. ടയറുമായി ബന്ധപ്പെട്ട അലൈൻമെൻറ്റ്, ആ രീതിയിൽ കാര്യങ്ങൾ, എഞ്ചിൻ ഓയിൽ, എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കാൻ അറിയുന്ന ആളെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് എനിക്ക് കൃത്യമായ മൈലേജ് കിട്ടുന്നുണ്ട്. ലോങ് പോകുന്ന സമയത്ത് 24 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മൈലേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇതിന് വേറെ നെഗറ്റീവ് ഫീഡ്ബാക്കൊന്നുമില്ല. പിന്നെ സ്പേസ്, അത്യാവശ്യം നല്ല രീതിയിലെ സ്പേസ് ഉണ്ട്. നല്ല പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യം വേണ്ട പവർ ഈ വാഹനത്തിലുണ്ട്. അപ്പോൾ AC ഇട്ട് പോയാലും കയറ്റം കയറുമ്പോൾ AC ഓഫ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും ഈ ഒരു വാഹനത്തിൽ വരുന്ന കാര്യമൊന്നുമില്ല. പിന്നെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ 2 കാര്യങ്ങൾ. ഒന്ന്, ഇതിൻ്റെ റിയർ സീറ്റിൽ ഹെഡ് റെസ്റ്റ് ഇല്ല. പിന്നീട് റിയർ വ്യൂ മിറേഴ്സുകൾ ORVMs ഫോൾഡിങ് ടൈപ്പ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു. ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഹെഡ് റെസ്റ്റ് എല്ലാ വാഹനങ്ങളിലും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു 2 കാര്യം മാത്രമേ നെഗറ്റീവായിട്ട് പറയാൻ പോകുന്ന കാര്യം. പിന്നെ സർവീസ്, നമുക്കറിയാം മാരുതിയുടെ ഇപ്പോൾ ഞാൻ വാഹനം വാങ്ങുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്നുള്ളത്, വണ്ടി വാങ്ങിക്കൊണ്ടുവന്നിട്ട് പ്രോപ്പർ സർവീസിനല്ലാതെ ഒരു കാരണവശാലും ഈ വാഹനം കൊണ്ട് സർവീസ് സെൻറ്ററിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വരരുത്. അതുകൊണ്ടാണ് ഈ വാഹനത്തിലേക്ക് എത്തിപ്പെട്ടത്. അല്ലാതെ ഓരോ ഇഷ്യൂ വരിക, വീണ്ടും സർവീസ് സെൻറ്ററിൽ പോകുക, നമ്മൾ ഓരോ ദിവസം ജോലി ലീവാക്കിയിട്ട് അങ്ങനെയുള്ളൊരു കാര്യങ്ങളും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു വാഹനത്തിലേക്ക് എത്തിപ്പെട്ടത്. റിലയബിലിറ്റിയാണ് മാരുതിയുടെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഡ്യൂറബിലിറ്റി, മൈലേജ്, സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി. നമുക്കൊരു സ്പെയർ പാർട്സ് സായി സർവീസിൻ്റെ ഔട്ട്ലെറ്റിൽ ഇപ്പോൾ കേരളത്തിൽ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലോക്കൽ മാർക്കറ്റിൽ നമുക്ക് പാർട്സ് കിട്ടും, ബൂട്ട്മ തുടങ്ങിയ കാര്യങ്ങളും കിട്ടും. വലിയ ഡിലേ ഒന്നും ഇല്ലാതെ നമുക്ക് പാർട്സുകൾ മാറാം. പിന്നെ വാറണ്ടി ഓൾമോസ്റ്റ് ഞാൻ 5 ഇയറിലേക്ക് അത് അപ്ഡേറ്റ് ചെയ്തെടുത്തപ്പോൾ തന്നെ അപ്ഗ്രേഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ആ ഒരു ഭാഗം ക്ലിയർ ആണ്. സർവീസ്, നമുക്ക് സർവീസ് കോസ്റ്റും വലിയ രീതിയിലൊന്നും വരുന്നില്ല. ഞാനിപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്തിരുന്നു, ബ്രേക്ക് ക്ലീൻ ചെയ്യുന്നു. ഇപ്പോൾ 2000-2500 ആ റേഞ്ചിലാണ് നമുക്ക് വന്ന ഒരു എമൗണ്ട് എന്നുള്ളത്. പിന്നെ അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പുറത്തുനിന്നാണ് ചെയ്യാറുള്ളത്. അത് ഓരോ ആളുകൾ കൺസേൺ ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം വണ്ടി ടെക്നീഷ്യൻ ഓടിച്ച് നോക്കണം, എന്നിട്ട് അവൻ കംപ്ലയിൻറ്റ് റെക്ടിഫൈ ചെയ്യണം, അത് അലൈൻമെൻറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യണം, അതിൻ്റെ ടോയോട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് വണ്ടി കറക്റ്റാക്കി തരണം. അപ്പോൾ അതെനിക്ക് കുറച്ചുകൂടി പ്രിഫറബിൾ പുറത്ത് അലൈൻമെൻറ്റ് ഷോപ്പിൽ നമ്മളെപ്പോഴും കൊടുക്കുന്ന ഷോപ്പുകളിലാണ്. അപ്പോൾ അങ്ങനെ ഞാനത് ചെയ്യുന്നു. അതും നമ്മളിപ്പോൾ 4 വീൽ റൊട്ടേഷനും ബാലൻസിങ്ങും അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റൊട്ടേഷൻ ചെയ്യണം,
ബാലൻസിങ് ചെയ്യണം. കാരണം 5000 കിലോമീറ്റർ ചെയ്യുന്നത് ടയർ ലൈഫും കൂടും, എഞ്ചിൻ്റെ മൈലേജും കാര്യങ്ങളും പെർഫോമൻസും. പല ആളുകളും പല വീഡിയോസിൻ്റെ അടിയിൽ എനിക്കത്ര പിന്നെ മൈലേജ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കിത്ര കുറവാണ്. ഇത് ഒരു ഫാക്ടർ കൊണ്ടൊന്നല്ല മൈലേജ് കിട്ടുന്നതും കൂടുന്നതും കുറയുന്നതും. ഇതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ടയറിൻ്റെ ലൈഫ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ടയർ ആ രീതിയിൽ നിങ്ങൾ പരിപാലിക്കുക. പിന്നെ ബാക്കി പറഞ്ഞ മെയിൻ്റനൻസും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി സുഖമായിട്ട് കൊണ്ടു നടക്കാം. കൃത്യമായി മൈലേജ് കിട്ടുന്നുണ്ട്. വേറെ ഒരു പ്രശ്നങ്ങളും ഈ വണ്ടി കൊണ്ട് എനിക്ക് 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം ആകാറായി, ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ പവറിൻ്റെ കാര്യം, നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് വാഹനം പർച്ചേസ് ചെയ്യുക. 4 സിലിണ്ടർ ആളുകൾ തീർച്ചയായിട്ടും നിലവിൽ ഓടിക്കുന്ന ആളുകൾ 4 സിലിണ്ടറിലേക്ക് തന്നെ പോകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില സിറ്റുവേഷൻസിൽ ചെറിയൊരു പവർ ഡ്രോപ്പ് വരും. അത്ര മാത്രമേ ഈ ഒരു വണ്ടിയുമായി ബന്ധപ്പെട്ട വാഗണറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളെ പർപ്പസ് ഇതാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രൈസ് റേഞ്ച്, നമ്മളുടെ ആവശ്യങ്ങൾ മാക്സിമം സ്പേസ് കിട്ടണം, റിലയബിൾ ആയിരിക്കണം, ഈ വണ്ടി എടുത്ത് 2ാമത്തെ ആഴ്ച സർവീസ് സെൻറ്ററിൽ പോയി കിടക്കാനുള്ളൊരു സാഹചര്യം വരരുത് എന്നതുകൊണ്ട് ആണ് ഞാൻ ഈ ഒരു വാഹനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഇതൊക്കെയാണ് മാരുതി സുസുക്കി വാഗണറിൻ്റെ ഫീഡ്ബാക്ക്. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് മാരുതിയുടെ വാഗണർ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം എല്ലാ മാസത്തെയും സെയിൽസ് റിപ്പോർട്ടിൽ 10 നമ്പറിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 2ാം പൊസിഷനിലായിരുന്നു, ജനുവരിയിൽ ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ടോപ്പ് 10 വരുന്നൊരു വെഹിക്കിളാണ് ഈ ഒരു മാരുതി സുസുക്കിയുടെ വാഗണർ എന്ന് പറയുന്നത്. റിലയബിളാണ്, മാക്സിമം സ്പേസ് ഉണ്ട്, ലഗേജ് നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു വാഹനത്തിൽ. അങ്ങനെ മൾട്ടി പർപ്പസ് വെഹിക്കിളാണ്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന. അപ്പോൾ ഈ ഒരു വാഹനം വാങ്ങുന്ന ആളുകൾ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, ഈ വണ്ടി വാങ്ങാം. ഓക്കെ, അപ്പോൾ വാഗണർ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.